ഉരുളൻകിഴങ്ങ് വെച്ച് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് വേവിച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ചേർത്തെടുക്കാം. ഇതിലേക്ക് അരക്കപ്പ് അരിമാവ് ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് ഞവടിയെടുക്കാം. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഉരുളായിട്ട് ഉരുട്ടിയെടുക്കാം. കൈ ഒന്ന് നനച്ചുകൊണ്ട് നമുക്ക് ഒരേ ബൗളായിട്ടൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ചട്ടി വെച്ച് ഞാൻ എണ്ണ ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരേ ബൗളായിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇതിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇത് കണക്ക് തന്നെ നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്തൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്നി ആയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ചട്നി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്.